അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യുഎയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മല്ലു അനലിസ്റ്റ് ഈ അടുത്ത് ചെയ്തൊരു വീഡിയോന്റെ ഒരു ചെറിയ ഭാഗം കേൾക്കാം. ഒരു കുടുംബത്തിലെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റേ കുടുംബത്തിലെ ഭാര്യ ജോലിക്ക് പോകുന്നില്ല. ഈ ഭാര്യ ജോലിക്ക് പോകാത്ത കുടുംബത്തിൽ ആൺകുട്ടിയെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പഠന കാര്യത്തിൽ അത്ര ശ്രദ്ധയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടവൾ എന്നൊരു കോൺസെപ്റ്റിലാണ് അവളെ വളർത്തുന്നത്. അമ്മയെ പോലെ വീട്ടുജോലിയൊക്കെ എഫിഷ്യന്റായി ചെയ്തു തീർക്കുന്ന ഒരു സ്ത്രീയായി അവളെ മാറ്റുന്നതിനാണ് ആ കുടുംബത്തിന് താല്പര്യം. എന്നാൽ ഭാര്യ ജോലിക്ക് പോകുന്ന കുടുംബത്തിൽ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പഠന കാര്യത്തിൽ ഒരുപോലെ ശ്രദ്ധ കൊടുത്താണ് വളർത്തുന്നത്. മകനെ പോലെ തന്നെ മകൾക്കും വലുതാകുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ കഴിയണമെന്ന കാര്യത്തിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമുണ്ട്. അപ്പൊ ഈ രണ്ട് കുടുംബങ്ങളുടെയും കാര്യത്തിൽ മറ്റ് ഫാക്ടേഴ്സ് ഒക്കെ സെയിം ആണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഏത് കുടുംബമായിരിക്കും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുക എന്നത് പ്രഡിക്ട് ചെയ്യാൻ നമ്മൾ സൂപ്പർ സ്മാർട്ട് ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കോമൺ സെൻസ് മതി. നമ്മൾ ഈ രണ്ട് കുടുംബങ്ങളെയും രണ്ട് രാജ്യങ്ങളായി കാണുകയാണെങ്കിൽ ആ കുടുംബങ്ങളിലെ സ്ത്രീകളെ ആ രണ്ട് രാജ്യങ്ങളിലെ വിമൻ പോപ്പുലേഷനായി കാണുകയാണെങ്കിൽ പല പഠനങ്ങളും കാണിക്കുന്ന കാര്യം ഒരു രാജ്യത്തിലെ സ്ത്രീകൾ ആ രാജ്യത്തെ വർക്ക് ഫോഴ്സിൽ കൂടുന്നതിനനുസരിച്ച് ആ രാജ്യം സാമ്പത്തികമായും സാമൂഹികമായും മെച്ചപ്പെടുമെന്നാണ്. അങ്ങനെയാണോ? അതായത് സ്ത്രീകള് ജോലിക്ക് പോകാത്ത രാജ്യങ്ങളൊന്നും രക്ഷപ്പെടൂല. ഇപ്പോൾ ഒരു രാജ്യത്തിലൊരു വുമൺ വർക്ക് ഫോഴ്സ് കൂടിയാൽ മാത്രമേ ആ രാജ്യം രക്ഷപ്പെടുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും രക്ഷപ്പെടാൻ പോണില്ല എന്നാണ് ഫൈനലി കൺക്ലൂഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പറഞ്ഞത് സ്ത്രീകൾ ജോലിക്ക് പോവാത്ത കുടുംബങ്ങളിലുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെ. ഇത് ഫാക്ച്വലി കറക്റ്റ് ആണോ? ഇല്ല, നമ്മളെ നാട്ടിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവണ നേരെ തിരിച്ചാണ്. നേരെ തിരിച്ചാണ്. ആൺകുട്ടികളാണ് പിന്നെയും പഠിക്കാതിരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കോളേജുകളൊക്കെ മിക്സ്ഡ് കോളേജ് തന്നെ ഇപ്പോൾ വിമൻസ് കോളേജായി മാറുന്ന അവസ്ഥയാണുള്ളത്. പക്ഷെ അവരുടെ മാതാപിതാക്കളെ നോക്കുകയാണെങ്കിൽ മാതാവ് ഹൗസ് വൈഫ് ആയിരിക്കും എന്നുള്ളതാണ്. സോ അതന്നെ ഒന്നാമത്തെ ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത് വരുന്നത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചയുള്ളത് എന്താണ്, രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സമൂഹത്തിലാണ്, അല്ലെങ്കിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന കുടുംബങ്ങളിലാണ്. അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സൂപ്പർ ഇന്റലിജന്റ് ഒന്നാവേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, കോമൺ സെൻസ് മതി എന്നാണ് പറയുന്നത്. അപ്പം ചില ഫാക്ട്സ് കോമൺ സെൻസിന് മറികടക്കും. ഈ മനുഷ്യന് കോമൺ സെൻസ് ഇല്ലാത്തതാണോ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഇപ്പൊ ഇതിന്റെ സത്യാവസ്ഥ? ഇതില് ഇപ്പോ US 2004 വന്നൊരു പഠനമുണ്ട്. എലിസബത്ത് വാരൻ, അവരൊരു ലോ പ്രൊഫസറാണ്. അവര് ഹവാർഡിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് അവർക്ക് ഈ പിന്നെ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട ലോയിൽ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് അവരുടെ അടുത്ത് കുറേ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്ക്രപ്റ്റ് ആയ കേസുകൾ, അപ്പോൾ ബാങ്ക്രപ്റ്റ് ആയ കേസുകൾ പിന്നെ US ലോ വെച്ചിട്ട് എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഇവർ അഡ്വൈസിനാണ് വരുന്നത്. ഇവരുടെ അടുത്ത് ഇങ്ങനത്തെ കേസുകൾ നിരന്തരം വന്നപ്പോൾ ഇവരെ മോളും ഇക്കണോമിക്സ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇതിലൊരു സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്തു. അപ്പോൾ ഇവർ നോക്കുമ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലീസാണ് കൂടുതലും ബാങ്ക്രപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനത്തെ കേസ് ഒരുപാട് പഠിച്ചിട്ട് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകം എഴുതിയിട്ട് ഇവരെ പുസ്തകത്തിന് കൊടുക്കുന്ന ടൈറ്റിലാണ് രസം, 2 ഇൻകം ട്രാപ്പ് എന്നാണ്. 2 ഇൻകം ട്രാപ്പ്, അതായത് 2 പേര് ജോലി ചെയ്താൽ ഉണ്ടാവുന്ന ചതിക്കുഴികൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അവർ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ US മിഡിൽ ക്ലാസ് ഫാമിലീസിൽ ബാങ്ക്രപ്റ്റ് ആകുന്നത് കൂടുതലും 2 പേരും ജോലി ചെയ്യുന്ന കുടുംബങ്ങളാണ്. ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്ന കുടുംബങ്ങളാണ് സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2 പേരും ജോലി ചെയ്യുമ്പോൾ ഈ ഫാമിലിൻ്റെ ഫിക്സഡ് എക്സ്പെൻസ് കൂടുന്നു. ഫിക്സഡ് എക്സ്പെൻസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വരെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുന്നു. അപ്പോൾ ഇവർക്ക് പിന്നെ മന്ത്ലിയുള്ള എക്സ്പെൻസ് തന്നെ ഹൈ എമൗണ്ട് വരും. കുട്ടികളുടെ സ്കൂള്, പിന്നെ വീടൊക്കെ സ്വാഭാവികമായിട്ടും സിറ്റിയിലേക്ക് മാറും. അങ്ങനെയുള്ള കുറേ എക്സ്പെൻസുകൾ വരുന്നു. പിന്നെ 2-ൽ ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഈ ഫിക്സഡ് എക്സ്പെൻസ് കുറക്കാൻ ഇവർക്ക് കഴിയാതെ ഇവർ ബാങ്ക്രപ്റ്റ് ആയി പോവുകയാണെന്നുള്ളതാണ് ഇവർ കാണുന്നത്. ഇതൊരു കേസ് സ്റ്റഡീസ് വെച്ചിട്ടുള്ള റിയാലിറ്റി ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ മല്ലു അനലിസ്റ്റ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ പിന്നെ മെയിൻ റീസൺ അതാണ്, ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹസ്ബൻഡ്സിന് എന്തെങ്കിലും പറ്റിയെന്ന് കരുതുക, പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും അപകടം കാരണം ജോലിക്ക് പോകാൻ പറ്റാതെയാവുക. ആ ഒരു സാഹചര്യത്തിലും ഏത് ഫാമിലിക്കായിരിക്കും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടുതൽ ഉപകാരം ഉണ്ടാവുക ഒരു കുടുംബത്തിലാണ് എന്നാണ് പറയുന്നത്. ഇവിടെ 2 പേര് വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതലും തകർന്നു പോകുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അവരിപ്പോ അത്രയും ഒരു ലോ പ്രൊഫസറാണ്, ഒരുപാട് കേസുകൾ ഉണ്ടാവണം, ഫാക്ട്സ് ഉണ്ട്. ഫാക്റ്റിൽ നിന്നാണ് ഇവരെ കോമൺ സെൻസ് രൂപപ്പെടുത്തുന്നത്. അത് വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇത് 2 പേര് വർക്ക് ചെയ്യുന്ന കുടുംബമാണ് കൂടുതൽ. അതേപോലെ തന്നെ സിംഗിൾ ഇൻകത്തിലുള്ള കുടുംബങ്ങൾ നല്ല രൂപത്തിൽ പോകുന്നുണ്ട്.
ഇതിലെന്താ വെച്ചാൽ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓവർ കൺസപ്ഷൻ, ഒരു കൺസ്യൂമറിസത്തിൻ്റെ ഇതിലേക്ക് പോകുന്നു, ഫിക്സ്ഡ് എക്സ്പെൻസ് കൂടുന്നു, ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുന്നു. അതിലൊരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിന്നെ അതിൻ്റെ താഴേക്ക് പോകാൻ അവർക്ക് കഴിയണില്ല. അങ്ങനെ അവർ പിന്നെ തകരുന്നു. പിന്നെ അവർ അതിൻ്റെ നിയമങ്ങൾ നോക്കി എങ്ങനെ റീകവർ ആകണം നോക്കുകയാണ്. അപ്പോൾ അവരും പിന്നെ എലിസബത്ത് വാരനും അമേലിയ വാരനും അവരെ മോളും കൂടി എഴുതിയൊരു ബുക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാട് എന്താണ്? ഇസ്ലാമിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇസ്ലാമിൽ സ്ത്രീക്ക് ജോലി ചെയ്യാം. അപ്പോൾ സ്ത്രീക്ക് ബിസിനസ് ചെയ്യാം, ജോലി ചെയ്യാം, അവൾക്ക് പിന്നെ ഏർണിങ്സ് അവൾക്ക് സമ്പാദിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇസ്ലാമിൽ സ്ത്രീയോടുള്ള നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് എക്സ്പെൻസിലേക്ക് അവളുടെ ഇൻകം ഒന്നും എടുക്കേണ്ടതില്ല. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് കംപ്ലീറ്റ് പുരുഷൻ തന്നെ നോക്കണം. കാരണം പുരുഷന് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സ്ത്രീക്ക് എന്ത് ചെയ്യാം? അവൾ ജോലിക്ക് പോകാം, പോകാതിരിക്കാം. പോയാൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്താൽ അവളുടെ ഇൻകം ഹൗസ് ഹോൾഡ് എക്സ്പെൻസിലേക്ക് എടുക്കേണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ 2 ഇൻകം ട്രാപ്പിൽ ഒരു മുസ്ലിം ഫാമിലി ഒരിക്കലും ഉൾപ്പെടില്ല, അവർ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ. രണ്ടാമത്തത്, ഈ 2 പേരുടെയും വർക്ക് ഫോഴ്സ് രാജ്യത്തിൻ്റെ ഇക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും GDPയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ഡബിൾ സൈഡ് എഫക്റ്റ് അങ്ങനെ എന്തിനുണ്ട്, ഒരു മുസ്ലിം കുടുംബങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആളുകളുടെ കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? നമ്മളിപ്പം സാമ്പത്തികമായി വരുന്നു എന്ന് പറയുമ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ടാണല്ലോ നമുക്ക് സമ്പത്ത് തന്നെ വരുന്നത്. അപ്പം രണ്ടുപേരും വർക്ക് ചെയ്യുന്ന കുടുംബത്തിന്റെ ഭദ്രത എങ്ങനെയാണ്? അവിടെ ഏറ്റവും വലിയ പ്രശ്നം കുട്ടികളുടെ പ്രശ്നം നല്ലോണം ഉണ്ട്. കുട്ടികൾക്ക് എത്രത്തോളം സമയം കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ ഉള്ളതാണ് അതിൽ പ്രശ്നം. അപ്പോൾ പിന്നെ ഇപ്പോൾ മുമ്പ് ഒരു പഠനത്തിൽ ഇപ്പോൾ കുട്ടികളെ, ഇപ്പോൾ പല സ്ഥലത്തും 2 പേര് വർക്ക് ചെയ്യുന്നിടത്ത് കുട്ടികൾ എന്ത് ചെയ്യും, ഡേ കെയറിൽ കൊണ്ടാക്കും. ഈ ഡേ കെയറിൽ കൊണ്ടാക്കുന്ന കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ കിട്ടേണ്ട ഒരു പ്രോപ്പർ കെയറിങ് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ അവരിൽ പിന്നെ അവരുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെൻ്റൊക്കെ ഉണ്ടല്ലോ, ഡേ കെയറിൽ വളരുന്ന കുട്ടികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ ശരിക്ക് ചെറിയ കുട്ടി വളർന്നു വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട കെയർ ഉണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീക്ക് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി നർച്ചറിങ് കൊടുത്തത്. അതിനെ മാറ്റി നിർത്താതെ അവൾക്ക് ജോലി ചെയ്യാം, ആ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റിയെ ഒഴിവാക്കാതെ അവർക്ക് എന്ത് ചെയ്യാം, ജോലി ചെയ്യാം, ബിസിനസ് ചെയ്യാം, എത്രയും ഏൺ ചെയ്യാം. പക്ഷെ ഇത് അവർ നോക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾ നല്ലൊരു സൊസൈറ്റിനെയും കൂടി സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. രാജ്യത്തിൻ്റെ GDP ഇനിയും വളരണമെങ്കിൽ പുതിയ പോപ്പുലേഷൻ വരണമല്ലോ. അതെ, അവർ അഗ്രസീവായിട്ട് ആളുകളെ കൊന്ന് ഇതാക്കുന്ന രീതിയാണെങ്കിൽ പിന്നെ അത് GDPനെ പുറകിലോട്ടേ നയിക്കുള്ളൂ. പിന്നെ ഇതിൽ തുടക്കത്തിൽ തന്നെ മല്ലു പറയുന്നുണ്ട്, ഇത് മാത്രമല്ല ഫാക്ടർ എന്നുള്ളത്. അതായത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് മാത്രമല്ല ഫാക്ടർ എന്ന് പറയുന്നുണ്ട്. ഒരു രാജ്യത്ത് സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്താലും, സ്ത്രീകൾ കൂടുതൽ ജോലിക്ക് പോയാലും ആ രാജ്യം ഒരുപക്ഷെ കുത്തിവാളെടുക്കാം, അവിടുത്തെ പോളിസീസ് ശരിയല്ല എങ്കിൽ. തീർച്ചയായും ഈ ഒരു ഫാക്ടർ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ പുരോഗതി നിർണ്ണയിക്കുന്നത്. സ്വാഭാവികമായും നല്ല അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടവും മോശം പോളിസികളുമാണ് ഒരു രാജ്യത്തിനുള്ളതെങ്കിൽ ഇനി എല്ലാ സ്ത്രീകളും വർക്ക് ഫോഴ്സിൽ ഉണ്ടെങ്കിലും ആ രാജ്യം സാമ്പത്തികമായും സാമൂഹികമായും മെച്ചപ്പെടണമെന്നില്ല. എന്നാൽ സ്ത്രീകളുടെ ശതമാനം വർക്ക് ഫോഴ്സിൽ കൂടുന്നത് തീർച്ചയായും രാജ്യത്തിന്റെ പുരോഗതി നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ്. നമുക്ക് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 2 രാജ്യങ്ങളുടെ സാമ്പത്തിക അവസ്ഥ നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് മാത്രമല്ല ഫാക്ടർ. ഒരു രാജ്യത്ത് സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്താലും, സ്ത്രീകൾ കൂടുതൽ ജോലിക്ക് പോയാലും ആ രാജ്യം ഒരുപക്ഷെ കുത്തിവാളെടുക്കാം, അവിടുത്തെ പോളിസീസ് ശരിയല്ല എങ്കിൽ എന്ന് പറയുന്നുണ്ട്. സിംബാബ്വേന്റെ എക്സാമ്പിൾ ഒക്കെ കൊണ്ടുവന്നിട്ട് ആള് തന്നെ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും വിഷയം കൊണ്ടുവരുന്ന സമയത്ത് ഇത് സൗകര്യപൂർവ്വം മറക്കുന്നുണ്ട്. അവിടെ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം മറക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിലാണ് മറ്റേ മുഹമ്മദ് യൂനിസ്, അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള സാമ്പത്തിക ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പം നല്ലൊരു സാമ്പത്തിക പോളിസി വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെതായ മൈക്രോ ഫിനാൻസിങ് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെതായ രീതിയിലുള്ള എഫക്റ്റുകൾ ആ രാജ്യത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായും ആ മൈക്രോ ഫിനാൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സ്ത്രീകൾക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളാകുമ്പോൾ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക വളർച്ചയിൽ കാര്യമായി സഹായിച്ചത് അവിടുത്തെ റെഡിമെയ്ഡ് ഗാർമെന്റ് ഇൻഡസ്ട്രിയാണ്. അതിൽ കൂടുതലും ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. ചെറിയ ചെറിയ ജോലികളാവുമ്പോൾ, അതേപോലെ ഗാർമെന്റ് ഫീൽഡ് അങ്ങനെയുള്ള ഫീൽഡുകളാകുമ്പോൾ സ്വാഭാവികമായി അവിടെ സ്ത്രീകളായിരിക്കും കൂടുതൽ വരിക എന്നുള്ളതാണ്. അത് ആ രാജ്യത്ത് എന്താ പറയുക, ആ ഒരു ജോലിയുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് സ്റ്റെം ഫീൽഡിലാണ് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ്സ് നടക്കുന്നത് എങ്കിൽ, ടെക്നോളജി ഫീൽഡിലാണ് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ്സ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ പുരുഷന്മാരുടെ വർക്ക് ഫോഴ്സ് ആയിരിക്കും അവിടെ കൂടുക. അപ്പം പുരുഷന്മാരുടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് അവിടെ കൂടി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് അവിടെ കൂടി എന്നതുകൊണ്ട് പുരുഷന്മാർ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ബെറ്റർ എന്ന് നമ്മൾ പറയില്ല. കാരണം അവിടെ ടെക്നോളജി കൂടുന്ന സ്ഥലത്ത് സ്വാഭാവികമായും ആ ടെക്നോളജിയുടെ ബേസിസിൽ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുമ്പോൾ അവിടെ ആ ടെക്നോളജിയിൽ കൂടുതൽ വരുന്ന പുരുഷന്മാരായതുകൊണ്ടാണ്
അവിടെ എന്ത് ചെയ്യുന്നത് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അതേപോലെ സ്ത്രീകൾ കൂടുതൽ ചെയ്യുന്ന വർക്ക് ഒരു രാജ്യത്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ ബേസിസിൽ എന്തുണ്ടാവും, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല സ്ത്രീകൾ കൂടുതൽ വർക്ക് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നിടത്താണ് GDP കൂടുക എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല. ആ വീഡിയോന്റെ ഒരു പ്രത്യേക ഇന്റൻഷൻ തന്നെ പിന്നെ പാകിസ്ഥാനിലും പിന്നെ ഇവിടെ അഫ്ഗാനിസ്ഥാനിലൊന്നും എന്തായാലും രക്ഷപ്പെടാൻ പോണില്ല. നമ്മളെ സ്ത്രീകളെ ഫുള്ള് വീട്ടിൽ അടച്ചു വെച്ചേക്കാണ് എന്ന രൂപത്തിലൊരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫാക്ട്സ് പോലെയാണ് അത് ഫീൽ ചെയ്യുന്നത്. അതെ ബയാസ്ഡ് ആയിട്ട് ചെറിയ പിക്കിംഗ് ഡാറ്റ ആയിട്ടാണ് അത് ഫീൽ ചെയ്തത്. കാരണം അവിടെ ഇവിടെ മറ്റു കാര്യങ്ങളിലൊക്കെ സിംബാബ്വെയുടെ കാര്യം വരുമ്പോൾ മൂപ്പർക്ക് അഡീഷണൽ ഫാക്ടർ ഒക്കെ കൺസിഡർ ചെയ്യണം. ഇവിടെ അഡീഷണൽ ഫാക്ടർ ഒന്നും കൺസിഡർ ചെയ്യേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള അഡീഷണൽ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൈക്രോ ഫിനാൻസിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള ഗാർമെന്റ് ഫീൽഡും ഒക്കെ വുമൺ ഓറിയന്റഡ് ഫീൽഡായി അല്ലെങ്കിൽ വുമൺ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഫീൽഡായി എന്നുള്ളതാണ് ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം ആ രാജ്യം തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് ഈ പറയുന്ന ഒരു സ്റ്റെം ഫീൽഡിലായിരുന്നു ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നത്. അവരുടെ സാമ്പത്തികമായ ഉന്നമനത്തിന് കാരണമായിരുന്നത് സ്റ്റെം ഫീൽഡ് ആയിരുന്നുവെങ്കിൽ അവിടെ അപ്പോഴും എന്ത് ചെയ്യുന്നു, ബംഗ്ലാദേശ് ഉയരുമായിരുന്നു. പക്ഷെ അപ്പോഴും അതിന്റെ വർക്ക് ഫോഴ്സിൽ മാറ്റം വരില്ല. വർക്ക് ഫോഴ്സിൽ പുരുഷന്മാർ തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ എന്നാലും അത് ഇമ്പ്രൂവ്മെന്റ് വരും എന്നുള്ളത്. അപ്പം അവിടെ സ്ത്രീകൾ വന്നു എന്നുള്ളതല്ല, ഫീൽഡ് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായ ആ ഫീൽഡ് വുമൺ ഓറിയന്റഡ് ആയിപ്പോയി എന്നുള്ളതാണ്. സോ നമ്മൾ ഡാറ്റകൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ഫാക്ടറും കൺസിഡർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഫാക്ടർ എടുത്തിട്ട് ചെറിയ പിക്ക് ചെയ്തിട്ടല്ല ഡാറ്റ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. പഠനങ്ങളിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.